الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ വിശ്വാസിനികളെ, കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതം പരമാവധി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം സൂചിപ്പിച്ച അള്ളാഹു പവിത്രമാസമായി അറിയിച്ച മുഹറമിനെ കുറിച്ചുള്ള, ഈ മാസത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠതകളായിരുന്നു നമ്മൾ സൂചിപ്പിച്ചത്. അത് ശ്രേഷ്ഠമാകുന്നത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയി എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. താൻ വിശ്വസിക്കുന്ന ആദർശ പ്രമാണങ്ങൾക്ക് വേണ്ടി അതിൽ കടുകിട വ്യതിചലനം വരുത്താതിരിക്കാൻ വേണ്ടി, അതിൽ ഒരല്പം പോലും മയം വരുത്താതിരിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും സ്വന്തം ദേശം വിട്ടൊഴിയേണ്ടി വന്നത്. ആദർശമാണ് ഒരു മനുഷ്യൻ, ജനിക്കുന്ന മനുഷ്യൻ, കുറച്ചു കാലം ജീവിക്കുന്ന മനുഷ്യൻ, മരിച്ചു പോകുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവിതം സാർത്ഥകമാകണമെങ്കിൽ, ആ മനുഷ്യൻ്റെ ജീവിതം ഫലവത്താകണമെങ്കിൽ തിന്നും കുടിച്ചും മൃഗങ്ങളെപ്പോലെ ജീവിച്ചു തീർക്കുകയല്ല, അതിനപ്പുറം വലിയൊരു ആദർശത്തെ പുൽകാനുള്ള, ആദർശമനുസരിച്ച് ജീവിക്കാനുള്ള, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള, ജനങ്ങളുടെ നന്മ കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു നിർദ്ദേശമാണ്, അല്ല കൽപ്പനയാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ നൽകിയതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവർത്തിച്ചതും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട നാട്, ജനിച്ച നാട്, പോറ്റി വളർന്ന നാട്, കളിച്ചു വളർന്ന നാട്, തൻ്റെ എല്ലാം ഉച്ഛ്വാസ നിശ്വാസങ്ങൾ
അങ്ങനെ കിടന്നുറങ്ങുന്ന ആ നാട്ടിൽ നിന്നാണ് പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിരുന്നു അത്, പ്രയാസകരമായിരുന്നു അത്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ച സന്ദർഭത്തിൽ ഖദീജ ബിബിയുടെ അമ്മാവനായിരുന്ന വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് പോയിട്ട്, പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു വഹി ലഭിച്ച അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോ ഇത് ദൈവത്തിൽ നിന്നുള്ള ദൂതന്റെ സന്ദേശമാണ് വറഖത്ത് ബിൻ നൗഫൽ പറയുകയും, ആ പറയുന്ന കൂട്ടത്തിൽ വറഖത്ത് ബിൻ നൗഫൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു: ഞാനെങ്ങാനും അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹമ്മദിന്റെ ഒപ്പം നിൽക്കുമായിരുന്നു. കാരണം മുഹമ്മദിന്റെ സ്വന്തം നാട് കയ്യൊഴിയുമായിരുന്നു, മുഹമ്മദ് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമായിരുന്നു എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ ചോദിച്ചു പോയി, സ്വന്തം നാട് വിടേണ്ടി വരുമോ? പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം നമുക്ക് കാണാം, നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കേണ്ടുന്ന അവസ്ഥ. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചതാണ്. അത്തരത്തിൽ ത്യാഗോജ്ജലമായ ജീവിതം അവർ ഉൾക്കൊള്ളേണ്ടി വരുന്നത് ഈ ഒരു ആദർശത്തിന് വേണ്ടിയാണ്. തിന്നുക, കുടിക്കുക, രമിക്കുക, ഉറങ്ങുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ, സുഖിച്ച് കഴിയുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ വിട്ടുവീഴ്ചയോടെ സ്വന്തം നാട്ടിൽ തന്നെ നിൽക്കാമായിരുന്നു. ആദർശം പറയാതെ നാട്ടിൽ തന്നെ കടിച്ചു തൂങ്ങാമായിരുന്നു. അവർക്ക് സുഖകരമായി ജീവിക്കാമായിരുന്നു. അതൊക്കെയും ഒഴിവാക്കി. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ ഒരു അവസ്ഥയായിരുന്നു അത്. നമുക്കറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഈ സന്ദേശം എത്തിക്കുന്ന സന്ദർഭം എത്തിച്ചുകൊണ്ടിരിക്കെ കുറച്ചൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. മദീനയിൽ നിന്നും മക്കയിൽ ഉംറ നിർവഹിക്കാനും മറ്റുമായി വന്ന സഹോദരന്മാർക്കിടയിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തുകയും അവരിൽ ചിലർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. മദീനയിൽ നിന്നും വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അഖബ ഉടമ്പടി, ഒന്നാം അഖബ ഉടമ്പടി എന്നറിയപ്പെടുന്ന അഖബയിൽ വെച്ച് നടന്ന ഒരു ഉടമ്പടിയാണിത്. അവരുമായുള്ള കൂടിയാലോചനകൾ നടന്നു. അവർക്ക് മതപ്രബോധനത്തിനായി ഒരാളെ ആവശ്യപ്പെട്ടപ്പോൾ സഹാബിവര്യനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് അയച്ചു കൊടുത്തു. രണ്ടാമതും അവർ കുറച്ച് നാളുകൾക്ക് ശേഷം വന്നു. കുറച്ചധികം പേർ ഇസ്ലാം പുൽകിയ കുറച്ചധികം ആളുകൾ വന്നപ്പോൾ വീണ്ടും അഖബയിൽ സമ്മേളിക്കുകയും അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും മദീനയിലേക്ക് വരികയാണെങ്കിൽ പരിപൂർണമായും സംരക്ഷിക്കും ഞങ്ങളെന്ന് അവർ ഉടമ്പടി ചെയ്യുകയും ചെയ്തു. അതാണ് രണ്ടാം അഖബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ കുറേശ്ശെ ആളുകൾ, സഹാബികൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകാൻ തുടങ്ങി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച്. ഇത് കണ്ട ഖുറൈശികൾക്ക് മനസ്സിലായി മുഹമ്മദും പോകും, മുഹമ്മദും രക്ഷ സ്വീകരിച്ച് അനുയായികൾക്കൊപ്പം മുഹമ്മദും മദീനയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ പ്രവാചകനെ കൊല്ലാൻ തീരുമാനിച്ചു. പ്രവാചകന്റെ സാന്നിധ്യം നമ്മുടെ വിശ്വാസങ്ങൾക്ക്, നമ്മുടെ പ്രൗഢിക്കൊക്കെ വിലങ്ങ് തടിയാകും എന്ന് ഊഹിച്ച അവർ പ്രവാചകനെ കൊല്ലാൻ തീരുമാനിച്ചു. ഓരോ ഗോത്രത്തിലെയും ആളുകൾ വാള് കൈവച്ച് ഒന്നിച്ച് കൊല്ലുക. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള പ്ലാനോടെ രാത്രി ഒതുങ്ങി നിന്ന ആളുകൾക്കിടയിലൂടെ പ്രവാചകൻ രക്ഷപ്പെട്ടു, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും രണ്ടുപേരും ഒന്നിച്ച് ഹിജ്റ പോവുകയാണ്. മരുഭൂമിയിലെ ഈത്തപ്പനിയുടെ നാട്ടിലേക്ക് മക്കയിൽ നിന്നും ഞാൻ പോകുന്നതായി സ്വപ്നം കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുമ്പ് ഇങ്ങനെ അറിയിച്ചിരുന്നു. മദീനയിലേക്കുള്ള പലായനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലെ കൂട്ടിക്കണ്ടു. ഇസ്ലാമിക ചരിത്രത്തിലെ അത്യുജ്വലമായ ഒരു അധ്യായമായിരുന്നത്. അവർ നേരെ ഒരു സൗർ ഗുഹയിലേക്കാണ്. സൗർ ഗുഹയിലെത്തിപ്പെട്ട അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ പോകുന്നതിന് മുമ്പായി
അവരുടെ യാത്രക്കും സൗർ ഗുഹയിലെ താമസത്തിന് വേണ്ടുന്ന സൗകര്യങ്ങളുമൊക്കെ ഒരുക്കിയിരുന്നു. അതനുസരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളും മകനും ഭക്ഷണം എത്തിക്കാനും നാട്ടിലെ വിശേഷങ്ങൾ അറിയിക്കാനും ഒക്കെ ആയിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് സൗർ ഗുഹയിൽ വന്നു, ആരും കാണാതിരിക്കാൻ. അതിനുശേഷം ഒരാട്ടിടയും വന്ന് കുറെ ആളുകളുമായി. കാരണം ഇവർ വന്ന വഴിയിലെ കാലടയാളം ശത്രുക്കൾ കാണാതിരിക്കാൻ. ആടുകളുമായി മേച്ചു പോകുമ്പോൾ അത് മാഞ്ഞു പോകും, അല്ലെങ്കിൽ ആടുകളുടെ കാലടികളെ കാണുകയുള്ളൂ. അങ്ങനെയൊക്കെ സംവിധാനിച്ചു. 3 ദിവസം സൗർ ഗുഹയിൽ അവർ താമസിച്ചു. അവിടെ വെച്ച് ആ ഗുഹയുടെ മുകളിൽ നിന്ന് ഖുറൈശികൾ അലറി വിളിച്ചുകൊണ്ട് മുഹമ്മദിനെ അന്വേഷിച്ചു വന്നു. നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു, പടച്ചവനെ കണ്ടെത്തുമോ, ഞങ്ങളെ പിടികൂടുമോ, ഭയപ്പെട്ടു പോയി. പുഞ്ചിരിയോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞൊരു മറുപടി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹം 2 പേരിൽ ഒരാൾ ആയിത്തീരുകയും, അതായത് 2 പേര്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനും അതിൽ പ്രവാചകൻ. ആ സന്ദർഭത്തിൽ അവർ 2 പേരും ആ ഗുഹയിലായിരുന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ ദുഃഖിക്കേണ്ട കേട്ടോ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് ആ സന്നിഗ്ധ ഘട്ടത്തിൽ ശത്രുക്കൾ ആയുധവുമായി തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ്. കാണുന്നില്ല, കണ്ടിട്ടില്ല. ഭയപ്പാട് ആർക്കും ഉണ്ടാകും, ഭയപ്പെട്ടു പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ ഭയപ്പെടേണ്ട, ലാ തഹ്സൻ, ഭയപ്പെടേണ്ടതേ ഇല്ല, ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് വിശ്വാസം, ഇതാണ് ദൃഢവിശ്വാസം. ആ വിശ്വാസമാണ് പ്രവാചകനെ സ്വാധീനിച്ചത്, സ്വഹാബികളെ പ്രചോദിപ്പിച്ചത്. ഉറച്ച ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും എന്നെ സഹായിക്കാൻ അള്ളാഹു ഉണ്ട് എന്ന ഉത്തമ വിശ്വാസം. നമ്മളൊക്കെ പതറിപ്പോകുന്ന ആ ഘട്ടം പ്രവാചകൻ പതറിയില്ല. അവിടെ വെച്ച് സത്യനിഷേധികൾ അവരെ കണ്ടുമില്ല. അങ്ങനെ അവർ 3 ദിവസം അവിടെ താമസിച്ചു. 3-ാമത്തെ ദിവസം അവർ അവിടുന്ന് മദീനയിലേക്കുള്ള യാത്ര തുടർന്നു. ആ യാത്രയിൽ അവർക്ക് സഹായിയായി വിശ്വസ്തനായ ഒരു ജൂതനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏർപ്പാട് ചെയ്തിരുന്നു. ആ ജൂതനാണ് അവർക്ക് വഴികാട്ടിയായി അവർക്കൊപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ പുറപ്പെട്ടു. അപ്പോഴേക്കും മക്കയിൽ പ്രവാചകനും അബൂബക്കറും ഹിജ്റ പോയിരിക്കുന്നു. അദ്ദേഹത്തെ അവരെ കണ്ടെത്തുന്നവർക്ക് 100 ഒട്ടകം ഇനാം തരുമെന്ന്, പാരിതോഷികം തരുമെന്ന് വിളംബരത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും അന്വേഷിച്ചു വന്നു. ഒരു വ്യക്തി, പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അദ്ദേഹം ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ വന്നു. അദ്ദേഹം കണ്ടു പ്രവാചകനെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത്. കുതിരപ്പുറത്ത് കയറി പ്രവാചകനെ പിടികൂടാൻ വേണ്ടി ഇയാൾ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കെ കുതിരയുടെ കാൽ മണ്ണിൽ പതിച്ചുപോയി. കുതിരക്ക് പ്രയാണം തുടരാൻ കഴിയുന്നില്ല. ശക്തിയായിട്ട് കാല് വലിച്ചെടുത്ത് വീണ്ടും പോകുമ്പോൾ വീണ്ടും പൂഴിയിൽ താണു പോകുന്നു. വല്ലാത്തൊരവസ്ഥ. അപ്പം തന്നെ ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഒരു പ്രതിരോധം എനിക്കൊപ്പം ഉണ്ട്, അദ്ദേഹത്തെ പിടികൂടാനുള്ള ശക്തി എനിക്ക് കിട്ടുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകൂ, ഒരു ഉപദ്രവവും വരില്ല എന്ന് പറയുകയും അദ്ദേഹത്തെ തിരിച്ചയക്കുകയും ചെയ്തു. പിന്നീട് ഈ വ്യക്തി മദീനയിൽ പോയിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. പറഞ്ഞു വരുന്നത്, ഇവരുടെ യാത്ര, ആ യാത്രയിൽ കുറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സാണ് പ്രായം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഏതാണ്ട് 450 കിലോമീറ്റർ ഉണ്ട്. ഇവരൊട്ടകപ്പുറത്ത് പോകുന്നു, കുറെ വിശ്രമിക്കുന്നു. അങ്ങനെ 12-ാമത്തെ ദിവസം ഇവർ മദീനയിലെത്തുകയാണ്. 8-ാമത്തെ ദിവസമാണെന്നും ചില ചരിത്രത്തിൽ കാണുന്നുണ്ട്. എന്തായിരുന്നാലും അവിടെ എത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. മദീനവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നു എന്ന് അറിഞ്ഞിരുന്നു.
അവർ കാത്തുനിന്നു. പക്ഷേ അവർ കാത്തുനിന്ന് ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ പോയ സമയത്താണ് പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മദീനയുടെ കവാടം കടക്കുന്നത്, മദീനയിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു ജൂതൻ കാണുകയും ഇതാ വരുന്നു നിങ്ങളുടെ ഉപ്പാപ്പ എന്ന് വിളിച്ചു പറയുകയും അത് കേട്ട മാത്രയിൽ ഏതാണ്ട് 500 മദീനക്കാർ അവിടെ പാട്ടുപാടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയും ചെയ്തു. ചരിത്ര പ്രസിദ്ധമായ ഒരു സ്വീകരണം. ആ യാത്രക്കിടയിൽ ആദ്യമെത്തിയ ഖുബാ എന്ന സ്ഥലത്ത് പള്ളി നിർമ്മിക്കുകയും പിന്നീട് ഒട്ടകം മുട്ടുകുത്തിയ ഒരു അൻസാരിയുടെ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുകയും അതിനുശേഷം മദീനയിലെ പള്ളി നിർമ്മിച്ച ശേഷം താമസം മദീനയിലെ മസ്ജിദുൽ നബവിയിലേക്കാക്കി മാറ്റുകയും ചെയ്തു. മദീനയോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിയ സംഭവം ഞാൻ ഇന്ന് ചുരുക്കി വിശദീകരിക്കാം. ഈ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ട് പോകുമ്പോൾ മക്കയോട് തിരിഞ്ഞു നിന്നൊരു വാക്ക് പറയുന്നുണ്ട്. യാ മക്ക വല്ലാഹു ഇന്നി അഅലമു അന്നകി ഖൈറു അർളില്ലാഹ്. പ്രിയപ്പെട്ട മക്ക നഗരമേ, എൻ്റെ പ്രിയപ്പെട്ട മക്ക നഗരമേ, അല്ലാഹുവാണ് സത്യം, നീ ഏറ്റവും നല്ല ഭൂമിയാണ്. വഹബ്ബുഹാ ഇലല്ലാഹ്, ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായി ഇഷ്ടപ്പെടുന്നതായി അള്ളാഹുവിൻ്റെ ഭൂമിയാണിത്. വലൗലാ അന്ന അഹ്ലകി അഖ്റജൂനി മിൻകി മാ ഖറജ്തു, ഈ സമൂഹം എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടം വിട്ടു പോകുമായിരുന്നില്ല എന്ന് ഗദ്ഗദകണ്ഠനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ നോക്കി പറഞ്ഞുകൊണ്ടാണ് മദീനയിലേക്ക് പോയത്. സന്ദർഭം മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടെ എത്തിച്ചേർന്ന അബൂബക്കർ സിദ്ദീഖ്, പിന്നാലെ എത്തിച്ചേർന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവർക്കൊക്കെയും മദീനയിലെത്തി ആദ്യത്തെ അല്പ ദിവസം വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. പനി പിടിച്ചിരുന്നു. സ്വന്തം പിറന്ന നാട് വിട്ടുപിരിയേണ്ടി വന്ന വേദന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ഈ ഞങ്ങൾ മക്കയെ സ്നേഹിക്കുന്നത് പോലെ മദീനയെയും സ്നേഹിക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് ഇവരുടെ പ്രയാസങ്ങളൊക്കെ മാറി വരികയും ചെയ്തു. പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പോവുകയാണ്. വീണ്ടും സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നാമതായി മുസ്ലിം സമുദായം ഉണ്ടായിരുന്നു എന്നതിന് ഒരു സംശയവുമില്ല. ഒരുപാട് ചരിത്ര രേഖകൾ അതിനുണ്ട്. ഒരൊറ്റ കാര്യം പറയാം. വാസ്കോ ഡ ഗാമ കാപ്പാട് ഇറങ്ങിയതിൻ്റെ താല്പര്യം ബ്രിട്ടീഷ് കോളനിയായി ഇന്ത്യയെ അടക്കി ഭരിക്കുക എന്നതായിരുന്നില്ല. കുരിശ് യുദ്ധാനന്തരം മുസ്ലിം രാജ്യങ്ങൾ സുരക്ഷിതമായി സൗകര്യപ്രദമായി ജീവിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങളുമായി ഉള്ള ഇടപെടലുകൾ, കൊള്ളക്കൊടുക്കുകൾ, കച്ചവടങ്ങൾ അത് കേരള തീരത്ത് നടക്കുന്നു എന്നറിഞ്ഞ ആ അറിവ് ശേഖരിക്കാനും അത് ഇല്ലാതാക്കാനുമാണ് വാസ്കോ ഡ ഗാമ യഥാർത്ഥത്തിൽ വന്നത്. ഈ ചരിത്രം പലരും മൂടി വെക്കുകയാണ്. ചിലർക്ക് അത് പറയുന്നുണ്ടെങ്കിൽ പോലും 2 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അല്പവർഷം കഴിഞ്ഞപ്പോൾ വാസ്കോ ഡ ഗാമ വീണ്ടും വന്നു. സാമൂഹികമായ ഒരു കരാർ ഏർപ്പെട്ട ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഭിന്നിപ്പിക്കുക എന്ന, അകറ്റി നിർത്തുക എന്ന, മുസ്ലിം ശക്തിയെ തകർത്ത് കളയുക എന്ന ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെയൊക്കെ പിന്നിൽ കാണാം. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഉറപ്പിച്ച വിഭാഗം മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. ചരിത്രരേഖകളിൽ ഇപ്പോൾ പറയാനുള്ള സന്ദർഭമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യസ്നേഹമില്ലാത്തവർ എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് മുമ്പിലുള്ള മറുപടിയാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാജ്യസ്നേഹം കാണിച്ചത്, പിറന്ന വീടിനെ സ്നേഹിക്കുക എന്ന പ്രവാചകന്റെ ഈ അധ്യാപനം വിശ്വാസി സമൂഹം ഒന്നടങ്കം ഉൾക്കൊള്ളുന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയിലും ഭരണഘടന അനുസരിച്ച് ആർക്കായിരുന്നാലും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ആ വിശ്വാസം ജനങ്ങളിൽ എത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമനുസരിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കുക എന്നുള്ള
ഒരു പൗരന്റെ അവകാശത്തെ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാം, ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകിയ ഈ സ്വരാജ്യ സ്നേഹമെന്ന ആ വിശുദ്ധമായ താല്പര്യം ഓരോ മുസ്ലിമും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളോട് ശത്രുത കാണിക്കുക എന്നുമല്ല അർത്ഥം. അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നന്മ ആര് ചെയ്യുന്നോ, നല്ല കാര്യം ചെയ്യുന്നോ, നന്മക്കൊപ്പമാണ് സത്യവിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തോട് പൂർണ്ണ സ്നേഹവുമുള്ളവരാണ്. ഈ രാജ്യം സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സ്വതന്ത്ര ഇന്ത്യയിൽ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന വിഭാഗം തന്നെയാണ് സത്യവിശ്വാസികളും എന്ന തിരിച്ചറിവ് സമർപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നമുക്ക് ഐച്ഛികമായ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നോമ്പുണ്ട്. ആശൂറ താസുവ എന്നാണ് അതിന് പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുഇല അൻ സൗമി യൗമി ആശൂറ. ആശൂറ നോമ്പിനെ കുറിച്ച് അവിടത്തോട് ചോദിച്ചു, പ്രവാചകനോട് ചോദിച്ചു. ഫഖാൽ യുകഫിറു സനത്തൽ മാദിയ. കഴിഞ്ഞുപോയ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കുന്നതാണ് ആ നോമ്പ്. ഈ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ വ്രതം നിർബന്ധമാക്കുന്നതിന് മുമ്പ് ഈ നോമ്പ് നിർബന്ധമായിരുന്നു. റമദാനിലെ നോമ്പ് നിർബന്ധമായ ശേഷമാണ് ഇത് സുന്നത്തായി മാറിയത്. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠമുള്ള നോമ്പാണ് അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10ാമത്തെ ദിവസമായി നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളൂ. അതിന് അവസരമുണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം 9 നോക്കുമെന്ന്. അതനുസരിച്ചാണ് നമ്മൾ മുഹറം 9-നും 10-നും നോമ്പനുഷ്ഠിക്കുന്നത്. ഈ വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് നോമ്പനുഷ്ഠിക്കേണ്ടത്. അഫ്ളലു സിയാമി ബഅദ ശഹ്രി റമളാൻ അശ്ശഹ്റു ഇലല്ലാഹി അല്ലദീ തദ്ഊനഹുൽ മുഹറമ വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തിൽ ഖിയാമുൽ ലൈൽ. റമളാൻ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്. പ്രവാചകന്റെ ഒരു ഹദീസ്, മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസാണ്. നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നമസ്കാരം രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള നമസ്കാരമാണ്. ഒരു വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഈ വിശുദ്ധ നോമ്പ് അനുഷ്ഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നറിയിക്കുകയാണ്. എറണാകുളം സ്വദേശിയായ ഷാഫി മൗലവി എന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം കുറച്ച് പ്രയാസത്തിൽ രോഗാവസ്ഥയിലാണ്. അതുപോലെ മൂടാടി പാലക്കുളം സ്വദേശി വാഴവളപ്പിൽ ഇബ്രാഹിം, അദ്ദേഹവും കുറച്ച് പ്രയാസത്തിലാണ്, അസുഖം. ഈ രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയിച്ചിട്ടുണ്ട്. കരുണാമയനായ അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കട്ടെ. അവർക്ക് സുഖകരമായ രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് സാധാരണ ജീവിതം നയിക്കാനുള്ള കഴിവ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അശ്ഫി അൻത ശാഫി ലാ ശിഫാഅൻ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. കഴിഞ്ഞ ദിവസം ഇന്നലെ മരണപ്പെട്ട നമ്മുടെ ചെട്ടിയാർ അബ്ദുല്ലക്കയുടെ ഭാര്യ പുതുക്കുടി കുഞ്ഞിക്കദീസ അവർ, അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പാലക്കുളം സ്വദേശി ഇബ്രാഹിമിൻ്റെ സഹോദരൻ പാലക്കുളം സ്വദേശിയായ അബ്ദുറഹ്മാൻ, അദ്ദേഹവും മരണപ്പെട്ടു 2 ദിവസം മുമ്പ്. ആ മരണപ്പെട്ട 2 പേർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അവരുടെ പാപങ്ങളൊക്കെ കരുണാമയന അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. കരുണാമയനായ നാഥ, നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ.
ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ അനുഗ്രഹം വർഷിക്കണമേ നാഥ. ദുനിയാവിൽ ജീവിക്കുന്ന മാതാപിതാക്കളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണമേ നാഥ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗം ശിഫ നൽകണമേ നാഥ. ഞങ്ങളിൽ നിന്നും വിരിഞ്ഞു പോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ നാഥ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണമേ നാഥ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, ഇണകൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഒട്ടേറെ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് നാഥ. ദുനിയാവിൽ അവരുടെ ദൗത്യം പൂർത്തിയാക്കി അവർ തിരിച്ചുപോയി നാഥ. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. നിന്റെ മഹാകാരുണ്യമായ സ്വർഗം അവർക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. കോവിഡ് പോലുള്ള പ്രയാസകരമായ അവസ്ഥ ഉണ്ടാക്കി പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം നീ മോചനം തരണമേ നാഥ. അപകടങ്ങൾ, ദുരന്തങ്ങൾ, കടങ്ങൾ പോലുള്ള പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഏത് പ്രയാസഘട്ടത്തിലും ഈമാനിൽ ഉറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളുടെ, പരിപൂർണ്ണ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. ലോകത്ത് പീഡനം അനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് നീ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകണമേ നാഥ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ കുതന്ത്രങ്ങളെ നീ ഇല്ലാതാക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.